ഭൗമശാസ്ത്രപരമായി ഒന്നിച്ചു നിൽക്കേണ്ട രണ്ട് അയൽരാജ്യങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശും. ഇവർ തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളിൽ വന്ന ഉലച്ചിലുകൾ ബംഗ്ലാദേശിൻ്റെ നട്ടെല്ലായ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ആഴത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഭൂപടം നോക്കിയാൽ നമുക്കറിയാം, ബംഗ്ലാദേശിൻ്റെ 3 വശങ്ങളിൽ നിന്നും ചുറ്റുന്നത് ഇന്ത്യയാണ്. നദികൾ ഒഴുകുന്നതും വായു സഞ്ചാരവും പോലെ സ്വാഭാവികമായ ഒന്നായിരിക്കണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം. എന്നാൽ രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഈ സ്വാഭാവികത നഷ്ടപ്പെടുമ്പോൾ അതിന് വലിയ വില നൽകേണ്ടി വരുന്നത് സാധാരണക്കാരായ ജനങ്ങളും ആ രാജ്യത്തിൻ്റെ വ്യവസായ മേഖലയുമാണ്. ഇന്ത്യയും ബംഗ്ലാദേശും വെറും അയൽക്കാരല്ല, മറിച്ച് ഒരേ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ അതിർത്തികളിലൊന്ന് പങ്കിടുന്ന ഈ രാജ്യങ്ങൾക്കിടയിൽ ഒഴുകുന്നത് 54ഓളം നദികളാണ്. ഈ ഭൗമശാസ്ത്രപരമായ സാമീപ്യം വ്യാപാരത്തിന് നൽകുന്ന വലിയൊരു ആനുകൂല്യമുണ്ട്: കുറഞ്ഞ ഗതാഗത ചെലവ്. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുകയും ഉൽപ്പന്നങ്ങൾ തിരികെ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നത് ചൈനയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ സാധനങ്ങൾ എത്തിക്കുന്നതിനേക്കാൾ 30 മുതൽ 50% വരെ ചിലവ് കുറഞ്ഞതാണ്. ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക അടിത്തറയായ റെഡിമെയ്ഡ് വസ്ത്ര വ്യാപാരത്തിന് ഇത് അതീവ പ്രധാനമാണ്. എന്നാൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ബംഗ്ലാദേശിലെ രാഷ്ട്രീയം സാമ്പത്തിക നേട്ടത്തെക്കാൾ ഉപരിയായി പ്രത്യയശാസ്ത്രപരമായ മുൻഗണനകൾക്ക് പിന്നാലെ പോയത് തിരിച്ചടിയായി. ബംഗ്ലാദേശിലെ BNP, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ കക്ഷികൾ ഇന്ത്യയുമായുള്ള ബന്ധത്തെ സംശയത്തോടെയാണ് കണ്ടിരുന്നത്. ഈ രാഷ്ട്രീയ മുൻവിധികൾ രാജ്യത്തിൻ്റെ വികസനത്തെ എങ്ങനെ തളർത്തിയെന്ന് ഓരോ ഘട്ടത്തിലും വ്യക്തമാണ്. ബംഗ്ലാദേശിൻ്റെ $50 ബില്യൺ മൂല്യമുള്ള ഗാർമെൻറ്റ് വ്യവസായം ഇന്ന് ലോക പ്രശസ്തമാണ്. എന്നാൽ ഈ വ്യവസായത്തിന് ആവശ്യമായ നൂല്, ചായങ്ങൾ, രാസവസ്തുക്കൾ, യന്ത്രസാമഗ്രികൾ എന്നിവ ഇന്ത്യയിൽ നിന്ന് എത്തിക്കുന്നതാണ് ഏറ്റവും ലാഭകരം. കടൽ കടന്ന് ആഴ്ചകൾ കൊണ്ട് എത്തുന്ന ചൈനീസ് സാധനങ്ങളെക്കാൾ ദിവസങ്ങൾക്കുള്ളിൽ റോഡ് മാർഗം എത്തുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വ്യവസായികൾക്ക് വലിയ ആശ്വാസമാണ്. ഇന്ത്യയുമായുള്ള ബന്ധം തണുക്കുമ്പോൾ ബംഗ്ലാദേശ് ദൂരെയുള്ള പങ്കാളികളെ തേടിപ്പോകുന്നു. ഇത് ഉൽപ്പാദന ചെലവ് വർദ്ധിപ്പിക്കുകയും ആഗോള വിപണിയിൽ ബംഗ്ലാദേശി ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇന്ത്യയേക്കാൾ 20% അധികം ചിലവ് വരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ചെറിയ ശതമാനം ലാഭം പോലും പ്രധാനമായ ഗാർമെൻറ്റ് മേഖലയിൽ ഇത് വലിയ തകർച്ചയാണ് ഉണ്ടാക്കുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിൻ്റെ നട്ടെല്ലാവേണ്ടിയിരുന്ന പല പദ്ധതികളും രാഷ്ട്രീയമായ ഇച്ഛാശക്തിയുടെ കുറവ് കാരണം പാതി വഴിയിൽ നിലച്ചുപോയി. അതിൽ പ്രധാനമാണ് തീസ്ത നദീജല കരാർ. കൃഷിമേഖലയെ നേരിട്ട് ബാധിക്കുന്ന ഈ വിഷയം പരിഹരിക്കപ്പെടാത്തത് ബംഗ്ലാദേശിലെ ദശലക്ഷക്കണക്കിന് കർഷകരെ ദുരിതത്തിലാഴ്ത്തുന്നു. അതുപോലെ തന്നെ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ചർച്ചകളും മന്ദഗതിയിലാണ്. ഇന്ത്യയുമായുള്ള റെയിൽ, റോഡ് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തിയാൽ ട്രാൻസിറ്റ് ഫീസായി മാത്രം ബംഗ്ലാദേശിന് കോടികൾ വരുമാനം ലഭിക്കുമായിരുന്നു. അഖൗറ, അഗർത്തല റെയിൽ ലിങ്ക് പോലെയുള്ള പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കിയിരുന്നെങ്കിൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കത്തിൻ്റെ കേന്ദ്രമായി ബംഗ്ലാദേശ് മാറുമായിരുന്നു. ഈ വരുമാനങ്ങളെല്ലാം രാഷ്ട്രീയ വാശിയിൽ ബംഗ്ലാദേശ് നഷ്ടപ്പെടുത്തി. ഇന്ത്യയെ അകറ്റി നിർത്തി ദൂരെയുള്ള രാജ്യങ്ങളുമായി, ഉദാഹരണത്തിന് തുർക്കി, പാകിസ്ഥാൻ, യൂറോപ്പ്, അവരുമായി ബന്ധം സ്ഥാപിക്കുന്നത് തന്ത്രപരമായ സ്വാതന്ത്ര്യമാണെന്ന് ചിലർ വാദിക്കാറുണ്ട്. എന്നാൽ പ്രായോഗിക തലത്തിൽ ഇത് ദോഷകരമായാണ് ഭവിക്കുന്നത്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച $8 ബില്യൺ നിക്ഷേപങ്ങൾ പലതും വേണ്ടത്ര ഫലം നൽകുന്നില്ല. പായറ പോർട്ട് പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നും പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയിൽ പരിസ്ഥിതി നിയമങ്ങൾ കർശനമാക്കുന്നതും ചെങ്കടലിലെ സംഘർഷങ്ങൾ കാരണം ചരക്കു നീക്കത്തിന് ചെലവ് കൂടുന്നതും ബംഗ്ലാദേശിനെ പ്രതിസന്ധിയിലാക്കുന്നു. ഇന്ത്യ ഒരു സുരക്ഷാ കവചമായി പ്രവർത്തിക്കേണ്ടിയിടത്ത് ബംഗ്ലാദേശ് ആഗോള വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്ക് മുന്നിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. ഈ സാമ്പത്തിക നയങ്ങളുടെ തിക്തബലം അനുഭവിക്കുന്നത് ബംഗ്ലാദേശിലെ ഗ്രാമീണ ജനതയാണ്. ജസ്റ്റോർ, ചപ്പായി, നവാബ്ഗഞ്ച് തുടങ്ങിയ അതിർത്തി ജില്ലകളിലെ കർഷകർക്ക് തങ്ങളുടെ പച്ചക്കറികളും ചണവുമൊക്കെ വിൽക്കാൻ ഏറ്റവും അടുത്തുള്ള വലിയ വിപണി കൊൽക്കത്തയായിരുന്നു. അതിർത്തികൾ കടുപ്പമേറിയതാവുകയും വ്യാപാര നിയന്ത്രണങ്ങൾ വരികയും ചെയ്തതോടെ ഈ കർഷകർക്ക് വിപണി നഷ്ടമായി. ചെറുകിട വ്യവസായങ്ങൾ പൂട്ടിക്കെട്ടുന്നു. തൊഴിലില്ലായ്മ 10% മുകളിലേക്ക് ഉയർന്നു. ഗ്രാമീണ ദാരിദ്ര്യം ഇപ്പോഴും 25%-അടുത്താണ്. മുഹമ്മദ് യൂനിസിൻ്റെ മൈക്രോ ഫിനാൻസ് മോഡൽ ലോകമെങ്ങും പ്രശംസിക്കപ്പെട്ടെങ്കിലും രാജ്യത്ത് വലിയ തോതിലുള്ള വ്യവസായവൽക്കരണത്തിനോ ഉൽപ്പാദനക്ഷമത കൂട്ടാനോ അത് സഹായിച്ചില്ല എന്നതാണ് സത്യം. ചെറുകിട ലോണുകൾ കൊണ്ട് കുടുംബങ്ങൾ കടക്കണിയിലായതല്ലാതെ വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടില്ല. ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു വലിയ പാതയോരത്താണ്. തങ്ങളുടെ അയൽപക്കത്തുള്ള ഏറ്റവും വലിയ വിപണിയായ ഇന്ത്യയെ പിണക്കി എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും എന്നതാണ് ചോദ്യം. ദൂരെയുള്ള സഖ്യങ്ങൾക്കും ധാർമ്മിക പ്രസംഗങ്ങൾക്കും വിശപ്പടക്കാൻ കഴിയില്ലെന്ന് ബംഗ്ലാദേശ് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.
സമ്പദ് വ്യവസ്ഥയെ വീണ്ടെടുക്കാൻ അടിയന്തരമായി സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളിലൊന്ന് ഇന്ത്യയുമായുള്ള വിപുലമായ സാമ്പത്തിക പങ്കാളിത്ത കരാർ അഥവാ സെപ്പ യാഥാർത്ഥ്യമാക്കുക എന്നതാണ്. ഇതിനോടൊപ്പം തന്നെ തീസ്ത നദീജല പങ്കിടലിലെ രാഷ്ട്രീയമായ പരിഭവങ്ങൾ മാറ്റിവെച്ച് കൃത്യമായ ഒരു ധാരണയിലെത്തുന്നത് വലിയ തോതിലുള്ള വികസനത്തിന് വഴിയൊരുക്കും. അതിർത്തിയിലെ സാമ്പത്തിക മേഖലകൾ കൂടുതൽ സജീവമാക്കി വ്യാപാരം വിപുലപ്പെടുത്തുന്നതും സാർക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തി ഊർജ്ജ ഗതാഗത മേഖലകളിൽ പ്രാദേശിക കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതും സാമ്പത്തിക മുന്നേറ്റത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ വിച്ഛേദിക്കുക എന്നത് ഒരു രാജ്യതന്ത്രജ്ഞതയല്ല, മറിച്ച് സ്വയം ഏൽപ്പിക്കുന്ന സാമ്പത്തിക മുറിവാണ്. ബംഗ്ലാദേശിൻ്റെ വികസനത്തിലേക്കുള്ള പാത കിടക്കുന്നത് കടലുകൾക്കപ്പുറത്തല്ല, മറിച്ച് തങ്ങളുടെ അതിർത്തിക്കപ്പുറമാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി സാമ്പത്തിക ഭാവിയെ ബലികഴിപ്പിക്കുന്നത് ആത്മഹത്യാപരമാണ്. ദൂരെയുള്ള സുഹൃത്തുക്കളേക്കാൾ ആപത്തിൽ സഹായിക്കാൻ വരുന്നത് അടുത്തുള്ള അയൽക്കാരനായിരിക്കും എന്ന സത്യം ബംഗ്ലാദേശ് എത്രയും വേഗം തിരിച്ചറിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.